ഡിസംബർ മുതൽ യൂസ് ചെയ്തു. ഈ ഇന്റീരിയറിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞങ്ങൾ കുറേ പിന്നെ യൂട്യൂബെല്ലാം നോക്കി. അങ്ങനെ പിന്നെ സ്റ്റീൽ ഇന്റീരിയർ വളരെ മെച്ചപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് തോന്നി. കുറേ വീഡിയോ നോക്കി. അങ്ങനെയാണ് ബെത്ത് ലിവിങ്ങിന്റെ സ്റ്റീൽ ഇന്റീരിയറിലേക്ക് ഞങ്ങൾ വന്നത്. പ്ലൈവുഡ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം നോക്കി. അപ്പൊ അതെല്ലാം നമുക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയില്ല. അപ്പൊ സ്റ്റീൽ കിച്ചൺ അതിന് പിന്നെ 15 വർഷം വാറന്റി വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ കുറച്ചൊരു നമുക്കൊരു റിലയബിൾ ആയിട്ടുള്ള ഒരു നല്ല പ്രൊഡക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ ചെയ്തത് ഈ പറഞ്ഞ ഫ്ലൈവുഡും കാര്യമല്ലാന്നു. അതിങ്ങനെ ദിവസങ്ങളെടുത്ത് അങ്ങനെ ചെയ്തു. ഒറ്റ കൊല്ലം ആയപ്പോ തന്നെ അതിന്റെ അകത്ത് ഡസ്റ്റ് വരാൻ തുടങ്ങി. എന്ത് മെറ്റീരിയൽ? സാധാരണ ഫ്ലൈവുഡിൽ ഏറ്റവും നല്ല. കാരണം നമ്മൾ ആ രീതിയിൽ തന്നെ പറയാം, നിങ്ങൾ നമ്പർ 1 പ്രോഡക്റ്റ് തരണം എന്നറിയും. പക്ഷെ ഒറ്റ കൊല്ലത്തിന്റെ തകർന്ന് ഒരു വർഷത്തിൽ തന്നെ എന്ത് പ്രശ്നമായിരുന്നു ഫേസ് ചെയ്തത്? ഡസ്റ്റ് എന്താ പറയുന്നത്, പൊടി വന്നിട്ട് അത് അടന്നു പോവാ. ഞാൻ തന്നെ എടുത്ത് കംപ്ലീറ്റ് എല്ലാം അൺസ്ക്രൂ ചെയ്ത് റിമൂവ് ചെയ്തു. കാരണം ഇല്ലെങ്കിൽ അത് അലർജി ഉള്ളത് കൊണ്ട് രോഗം വരെ വരാൻ ചാൻസ്. അതിനുശേഷം മറ്റ് PVC-ന്റെ എല്ലാം മറ്റും ചെയ്തു. അതിപ്പോഴും ഉണ്ട്, എന്നാലും അത് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചു, യൂട്യൂബ് മുഴുവൻ നോക്കി. അങ്ങനത്തെ സാധനം അതുകൊണ്ട് എന്റെ പഴയ രേഖകളെല്ലാം എന്റെ അതിന് ഇവൾക്ക് അപ്പ് ചെയ്യാനുള്ള ഒരു പ്രയാസം. അന്നൊരു പ്രശ്നമൊന്നുമല്ല അത്. ഇതിപ്പോ ഒരു പ്രശ്നമില്ല, നിന്നോളൂ. ഇതിനകത്ത് സാധനം വെക്കുന്നു, വളരെ പ്രിസർവ് ചെയ്തിട്ട് വെക്കുന്നു. ഈ കിച്ചൺ അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടും പിന്നെ അതിന്റെ മേന്മ കൊണ്ടും ഞാൻ ഇത് വേറൊരാൾക്ക് കൂടി റെഫർ ചെയ്തിട്ടുണ്ട്. അവരിപ്പോ തന്നെ വാങ്ങിയിട്ടുണ്ട്, അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൊണ്ട് അപ്പൊ ഇനി ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഈ കിച്ചനെ ആർക്കും റെക്കമെൻഡ് ചെയ്യും.